ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാഷണൽ ടീം ഫിഫ വേൾഡ് കപ്പ് 2026 യോഗ്യതാ മത്സരങ്ങളിൽ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇന്ത്യ ഈ 2026 ഫിഫ വേൾഡ് കപ്പ് കളിക്കില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. ഇതിനെ തുടർന്ന് ഇഗോർ സ്റ്റീമാക് എന്ന കോച്ചിൻ്റെ ഒരു സ്ഥാനം തെറിക്കണമെന്നാവശ്യപ്പെട്ട് വളരെയധികം വിമർശനങ്ങളാണ് ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇഗോർ സ്റ്റീമാക് ഔട്ട് എന്നൊരു ഹാഷ്ടാഗ് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. നിലവിൽ പറയാൻ സാധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഇന്ത്യൻ ഫുട്ബോളിന് ഒരു നേട്ടവും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ രാജ്യങ്ങളോടുകൂടി, ചെറിയ റാങ്കിങ്ങിലുള്ള രാജ്യങ്ങളോട് കുറച്ച് മത്സരങ്ങൾ ജയിച്ചല്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പ്രത്യേകിച്ച് ഒരു നേട്ടങ്ങളുമില്ല. സത്യം തന്നെയാണ്. ഇഗോർ സ്റ്റീമാക് എന്ന ക്രൊയേഷ്യൻ കോച്ച് ഇന്ത്യയിൽ വന്ന 5 വർഷത്തിൽ അദ്ദേഹത്തിന് പറയത്തക്ക ഒരു നേട്ടവുമില്ല. 96ാമതായിരുന്നു അന്ന് ഇന്ത്യയുടെ റാങ്കിങ് എന്നിൽ ഇപ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് 124ആയി കുറഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആരാധകർ കഴിഞ്ഞ പല വർഷങ്ങളായി പറയുന്നത് ഇഗോർ സ്റ്റീമാക് എന്ന കോച്ചിനെ പുറത്താക്കാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴും ഇഗോർ സ്റ്റീമാക് തുടരുമെന്ന റിപ്പോർട്ടിലാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ നിലവിൽ ഇഗോർ സ്റ്റീമാക് ആകട്ടെ ഈ ഒരു പ്രസ് മീറ്റിൽ, അതായത് കഴിഞ്ഞ കുവൈറ്റിനെതിരെയുള്ള മുമ്പുള്ള പ്രസ് മീറ്റിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ റൗണ്ട് 3യിലേക്ക് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് 2026 മൂന്നാം റൗണ്ടിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എങ്കിൽ അദ്ദേഹം സ്ഥാനം ഒഴിയുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴും അത് അനിശ്ചിതത്തിലായിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ AFF നിലവിൽ താരത്തെ സാക്കിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് നിലവിൽ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു ഫണ്ടായിട്ടൊരു ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ശമ്പളം. എന്നാൽ അതിനുള്ള ഒരു ഫണ്ട് നിലവിൽ AFFനില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിനെ നിലവിൽ ഇന്ത്യ പുറത്താക്കില്ല എന്ന് 2026 വരെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം 2026 വരെ ഇന്ത്യയുടെ ഹെഡ് കോച്ചായി തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന് ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇന്ത്യ AFF ജനറൽ സെക്രട്ടറിയായ എല്ലാവരും കൂടെ പുതുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു മികച്ച നീക്കമായിട്ട് ഒരിക്കലും തോന്നില്ല. ഇപ്പോൾ IM വിജയൻ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതായത് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇഗോർ സ്റ്റീമാക്കിനെ കോൺട്രാക്റ്റ് പുതുക്കല്ലേ എന്നാണ് ആവശ്യപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതിനെയൊക്കെ നിരസിച്ചുകൊണ്ടാണ് നിലവിൽ AFF മെയിൻ കമ്മിറ്റി ഈ ഒരു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പുതുക്കിയത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 2026 വരെ ഇഗോർ സ്റ്റീമാക് തുടരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മികച്ച ഒരു ISL പരിചയമുള്ള ഫോറിൻ കോച്ചുകൾ തന്നെ വന്നാൽ മതിയാകും. ISL വർഷങ്ങളായി പരിശീലിപ്പിച്ചിട്ടുള്ള മികച്ച കോച്ചുകൾ, ഇപ്പോൾ ഇവാൻ വുക്കാനോവിച്ചിനെ വരെ നമുക്ക് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധിക്കും. കാരണം 3 വർഷമായി ISL കളിക്കുന്ന ഒരു താരമാണ്. ഇന്ത്യയിലെ പ്ലേയേഴ്സിനെ, ഇന്ത്യയിലെ കണ്ടീഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരു കോച്ചാണ് ഇവാൻ വുക്കാനോവിച്ച്. ഇതിന് പുറമെ പറയുകയാണെങ്കിൽ എണ്ണം പറയുന്ന 2 കോച്ചുമാർ വേറെയുണ്ട്. അന്നോറിയോ ലോപ്പസ് സെബാസ് എന്ന വമ്പൻ കോച്ചും അതുപോലെ തന്നെ സെർജിയോ ലൊബേറ എന്ന കോച്ചും ഇവരുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ചായ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ മികച്ചൊരു നീക്കം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇഗോർ സ്റ്റീമാക് ഔട്ട് എന്ന ഹാഷ്ടാഗിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മികച്ച കോച്ച് വരട്ടെ, ഇന്ത്യക്ക് ഒരു സുവർണ്ണകാലം തിരികെ വരട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോവുക. അടുത്ത വീണ്ടും കാണാം.